ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഒരു ചെറിയ സ്നാക്കാണ്. അപ്പോൾ കലകല അഥവാ ചീട എന്നൊക്കെയാണ് അതിൻ്റെ പേര്. പല സ്ഥലങ്ങളിലും പല പേരാണ്. ഞാനിവിടെ രണ്ട് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മധുരമുള്ളതും ഒന്ന് മധുരമില്ലാത്ത ടൈപ്പിൽ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണ് വെച്ചെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടണും കൂടി ഉണ്ടാവും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മധുരമുള്ളതും മധുരമില്ലാത്തതായ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മധുരമുള്ളതിന് ഒരുപാട് ഉപ്പ് ആവശ്യമില്ല, എന്നാലും നമ്മൾ ഒരുവിധം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും ബാക്കിയുള്ളത് നമുക്ക് കുറവ് തോന്നുകയാണ് വെച്ചെങ്കിൽ അപ്പോൾ മധുരമില്ലാത്തതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിലും എള്ളായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മധുരമുള്ളതിൽ ഞാൻ ജീരകം ചേർക്കുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് അത് കുഴച്ചതിന് ശേഷം നമുക്ക് മാറ്റിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞത്, ഞാനിപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാൻ. ഇപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അരിപ്പൊടിക്ക് നമ്മൾ വറവനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്കുള്ള വെള്ളം ചേർക്കുന്നുണ്ടത്. അപ്പോൾ അത് കാരണം തന്നെ ഇത് അത്യാവശ്യം നല്ല വറവുള്ള നമ്മൾ വീട്ടിൽ തന്നെ വറുത്തെടുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അതിലേക്കുള്ള വെള്ളം ഞാൻ ചേർക്കുന്നതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർക്കരുത്. അപ്പോൾ നിങ്ങളുടെ അരിപ്പൊടിയുടെ വറവ് അനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർക്കാവൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് നാളികേരത്തിൻ്റെ പാല്, നമ്മൾ നൂൽപ്പെട്ടിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, നാളികേര പാല് ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പിലേക്ക് ഒരു നാളികേരത്തിൻ്റെ പാൽ എടുത്തിട്ടുണ്ട്. നാളികേരം പാല് കൂടിയാലും കുറഞ്ഞാലൊന്നും കുറയണ്ട, കൂടിക്കഴിഞ്ഞുകൊണ്ട് അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് കാരണം തന്നെ ഒരു നാളികേരത്തിൻ്റെ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. കാരണം കൂടുതൽ വെള്ളം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണ്ട, കാരണം അപ്പോൾ നാളികേരം പാല് വേസ്റ്റ് ആവും. അപ്പോൾ അത് കാരണം തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നാളികേരം പാല് തിളപ്പിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ ഇത് നമുക്ക് ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നല്ല തിളപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതിലെ വെള്ളം നോക്കുക. അതിന് ശേഷം പോരാ എന്നുണ്ട് വെച്ചെങ്കിൽ വീണ്ടും നമ്മൾ തിളപ്പിച്ച വെള്ളം ഉണ്ട് വെച്ചെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം 2 കപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് അത്യാവശ്യം പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഇത് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്കത് അറിയുള്ളൂ. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ട് വെച്ചെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറിയിട്ട് നമ്മുടെ കൈ കൊണ്ട് പിടിക്കാവുന്ന ഒരു ലെവലാകുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ നമ്മൾ ഓയിലോ ഒഴിച്ചു കൊടുത്താലും മതി. ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് 2 പോർഷനാക്കി മാറ്റാം. അപ്പോൾ നമുക്കിത് മധുരം ഉള്ളതിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് മധുരമില്ലാത്തതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പം മധുരമില്ലാത്തതിന് വേണ്ടിയിട്ടുള്ള ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4-5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനിയിപ്പോൾ അതൊന്നും ചേർത്തില്ലെങ്കിലും കൂടി ഒരു കുഴപ്പമില്ല. ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ആക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ട്, എന്നാലും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് നന്നായി കുഴച്ച്, നമ്മൾ ഉള്ളി ചതച്ച്, ജീരകം, അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ തന്നെ കുഴച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റണം. എല്ലാം ഒരേ അളവിലാണ് വെച്ചെങ്കിൽ നമുക്ക് വറുത്തെടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് എരിവ് നമ്മൾ മധുരം ചേർക്കാത്തത്, ഇത് മധുരത്തിനുള്ളത്. അപ്പോൾ രണ്ടും നമ്മൾ രണ്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഷേപ്പാക്കി എടുക്കാൻ ഞാനിവിടെ ഫോർക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. വാഴയുടെയൊക്കെ തണ്ടുകൊണ്ട് നമുക്ക് ഷേപ്പ് വരുത്താം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഫോർക്കാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫോർക്ക് ഇല്ല എന്നുണ്ട് വെച്ചെങ്കിൽ, ഇപ്പോൾ ചീർപ്പ് ഉണ്ടാവില്ലേ, നമ്മൾ ഉപയോഗിക്കാത്ത ചീർപ്പ് ഉണ്ട് വെച്ചെങ്കിൽ ആ ചീർപ്പ് ഉപയോഗിച്ചിട്ടും നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പ്രസ് ചെയ്താൽ ഇവിടേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതിങ്ങനെ മടക്കി കൊണ്ടുവരിക. അപ്പോൾ ഇത് ഒരുപാട് കനായി, അപ്പോൾ അത് കാരണം ഇത്ര വലിപ്പം വേണ്ട. അല്ലെങ്കിൽ നമുക്ക് ഇത് കുറച്ച് നീളത്തിലാക്കണം. ഒരുപാട് കനത്തിലാവുമ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ മധുരം ചേർക്കാത്തതിന് ഞാൻ ഇത്തിരി വലിപ്പത്തിലുള്ള ബോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നീളത്തിൽ ഇതുപോലെയുള്ള ഇതിൽ കുറച്ച് നീളത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ബോളാക്കിയിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡിൽ തന്നെ ചെയ്താലും മതി. അല്ലെങ്കിൽ നമ്മളിതുപോലെ നീളത്തിൽ ആക്കിയെടുക്കുക. അതിന് ശേഷം ഇതിൽ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
നമുക്ക് നല്ല നീളത്തിലുള്ള ചീട കിട്ടും. അപ്പോൾ രണ്ടും രണ്ട് ഷേപ്പാക്കി എടുക്കാം നമുക്ക്. ഇതുപോലെ നീളത്തിലാക്കിയിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഷേപ്പിലുള്ള നല്ല നീളത്തിലുള്ള ചീടകൾ കിട്ടും. അപ്പോൾ നമ്മൾ മധുരം ചേർക്കാത്തതിനെ നമുക്ക് ഇങ്ങനെ ഷേപ്പ് മാറ്റാം. അപ്പോൾ ഇത് കുറച്ച് വലിയ ബോളാണ് കേട്ടോ. അപ്പം മറ്റേ ഫോർക്കിൽ ചെയ്യുമ്പോൾ ഇത്ര വലിയ ബോളാക്കണ്ട. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ കണ്ടില്ലേ ഒരുപാട് നല്ല കനത്തിലാണ് വന്നത്. അപ്പോൾ കനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് പ്രസ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഉള്ളിയുടെ നീരൊക്കെ ചേർക്കുക കാരണം കുറച്ചൊന്ന് മാവ് ഒന്ന് ലൂസ് പോലെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നീളത്തിലാക്കിയതിന് ശേഷം പ്രസ് ചെയ്തിട്ട് ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ ഇങ്ങട് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നീളത്തിലുള്ള ഇത് നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലവണ്ണം എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇത് നന്നായി ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കാം. അപ്പോൾ മധുരമുള്ളതിന് നമ്മൾ ഇതുപോലെ ഫോർക്കിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നേരത്തെക്കാട്ടിലും ചെറിയ ബോൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ ചീടകൾ കിട്ടും. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മധുരമുള്ളത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്രയും മാത്രമേ നമുക്ക് മധുരം ചേർക്കേണ്ടതുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് മധുരം ഒന്നും എടുക്കേണ്ട. അതിപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഒരു 4-5 ടേബിൾ സ്പൂൺ അത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഞ്ചസാരയുടെ പകുതി വെള്ളം ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് നൂൽപ്പരുവാകുമ്പോൾ ആണ് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു നൂല് പരിവായിൻ്റെ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ നോക്കി നോക്കുക. അപ്പോൾ ഒരു നൂല് പരിവായിണ്ട്. ഒന്നുകിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാത്തിലേക്കും മധുരം എത്താൻ പാകത്തിന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറി വരുമ്പോൾ മാത്രമേ ഇതിലേക്ക് ആ മധുരമൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് ഒരു നല്ല കളർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മധുരമുള്ളതും ഇല്ലാത്തതുമായ ചീടകളൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഷുഗർ സിറപ്പ് കറക്റ്റ് ആ പാകത്തിന് എടുത്താൽ മാത്രമേ ഇതിലേക്കൊക്കെ നന്നായി പിടിച്ച് അത് നല്ല ക്രിസ്പിയായി മാറുള്ളൂ. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിനി എയർ ടൈറ്റ് പാത്രത്തിലിട്ട് എടുത്തു വയ്ക്കുക. അപ്പോൾ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നല്ലേ. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്